ഇവിടെ വാടാ. നിന്റെ പേരെന്താ? ബണ്ണിയെന്നാ. ഇന്ന് ആദ്യമായിട്ടാണോ കോളേജ് വരുന്നത്? അതേട്ടാ. ഈ ലെറ്റർ കൊണ്ടുപോയി അവിടെ മഹാലക്ഷ്മി എന്നൊരു പെണ്ണുണ്ട്, അവക്ക് കൊടുക്ക്. എന്തിനേട്ടാ? റാഗിങ് ആടാ. അത് ഈ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഓടാനൊക്കെ പോകുന്നതല്ലേ? അത് ജോഗിങ് ആടാ. പിന്നെ ഈ റാഗിംഗ് എന്ന് വെച്ചാ എന്താ? ഈ ലെറ്റർ കൊണ്ടുവന്ന് മഹാലക്ഷ്മിയുടെ കൊടുക്കുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും. അവന്റെ കാര്യം ഫിനിഷ്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മഹാലക്ഷ്മി എന്ന് പറയുന്ന ആരാ? ഇത്ര സുന്ദരി ആയതുകൊണ്ട് താൻ തന്നെ ആയിരിക്കും. ഇതാ വാങ്ങിച്ചു. പ്ലീസ്, ഇത് വാങ്ങിച്ചില്ലെങ്കിൽ അവരെന്നെ തല്ലും. അതുകൊണ്ടല്ലേ പറയുന്നത്. എന്താ കുട്ടി, ഇത് അവരെന്നെ തല്ലുന്ന് പറഞ്ഞില്ലേ? പ്ലീസ് ഒന്ന് വാങ്ങിക്കേ. വാങ്ങിച്ചോണ്ട് എന്താടാ, ലവ് ലെറ്റർ ആണോ? അല്ല സാർ, ഞാൻ ഈ മോൾ ഇതിൽ ഇടപെടരുത്, മാറിയേക്ക്. മോള് പറയുന്നത് കേട്ട് അവനെ ഇങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവന്റെ പണി തീർന്നു. ചേട്ടാ, അവരെന്നെ തല്ലാൻ വരുന്നു. ലെറ്റർ കൊടുത്താ പിന്നെ തല്ലില്ലടാ. അതെന്താ ഏട്ടാ? ചേട്ടാ, അവര് വരുന്നുണ്ട്. പ്ലീസ് ചേട്ടാ, നിങ്ങൾ പറഞ്ഞിട്ടാന്ന് പറ. നീയല്ല ലെറ്റർ കൊണ്ട് കൊടുത്തത്, നീ തന്നെ വാങ്ങിച്ചു. ചേട്ടാ, റാഗിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തമ്മിലാകാവൂ. ആ റൗഡുകൾ ഇതിലേക്ക് വലിച്ചടിക്കുന്ന എന്തിനാ? സാധാരണ ഞാനങ്ങനെ ആരും അടിക്കാറില്ല. അടിച്ചാൽ അത് ഒടുക്കത്തടി ആയിരിക്കുകയും ചെയ്യും. സാരമില്ല ഏട്ടാ, ശീലിച്ചു പോയതുകൊണ്ടാ. മനസ്സിലൊന്നും വെക്കണ്ട. വെച്ചാലും എനിക്കൊന്നുമില്ല. കിടക്കുന്ന കിടപ്പ് കണ്ടില്ല, ചിക്കൻ കുനി വന്ന പോലെ. പോട്ടേട്ടാ, ബൈ. ചേട്ടാ, ലെറ്റർ കൊടുക്കാൻ പറഞ്ഞ അവരാ. അതറിഞ്ഞിരുന്ന ഇങ്ങനെ തല്ലുമായിരുന്നോ? എന്നെ കൊണ്ട് അവർ തെറ്റ് ചെയ്യിച്ചുകൊണ്ടല്ലേ ഞാൻ അവരെ തല്ലിയത്. പക്ഷെ അവര് പറയുന്നിട്ട് ഞാനും തെറ്റ് ചെയ്തുകൊണ്ട് എന്നെ തല്ലിക്കോ ഏട്ടാ? സാരമില്ലടാ, പോ. ഇല്ല ഏട്ടാ, എന്റെ കയ്യിലും തെറ്റുണ്ട്. ചുമ്മാ തല്ലിക്കോ? കുഴപ്പമില്ലടാ. അല്ല ഏട്ടാ, എന്റെ കയ്യിലും തെറ്റുണ്ടെന്നേ. കുഴപ്പമില്ലെന്നേ. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റല്ല അല്ലേ? അല്ലടാ, പോ. അങ്ങനെയാണെങ്കിൽ സോറി പറ. സോറി പറയേട്ടാ. അടി കണ്ട് പേടിച്ചു പോയോ? ഞാനിത് കണ്ട് പേടിക്കാൻ കുഞ്ഞാ? പിന്നെ എന്നാ നീ ചെല്ല്. ഞാൻ മാത്രം പേടിയുണ്ടല്ലേ? ഞാൻ എന്തിനാ പേടിക്കുന്നത്? അതിന്റെ കാര്യം എന്താ? മതി, നിനക്കും പേടിയില്ല എനിക്കും പേടിയില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യ്. എന്താണോ മഹാലക്ഷ്മി ഇത്? തന്നോട് ആരോട് സംസാരിക്കാൻ പാടില്ലേ? നീ ഇപ്പൊ സംസാരിക്കുന്നുണ്ടല്ലോ. എന്റെ കാര്യം വിട്. എല്ലാവരും എന്നെ പോലെ ആവണമെന്നില്ലല്ലോ. വീട്ടുകാർക്ക് തന്നെ പുറത്തേക്ക് ഇറക്കാൻ പേടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ലോക്കർ എടുത്ത് തന്നെ തൊളിച്ചു വെക്കാൻ പറ. കോളേജ് ആകുമ്പോൾ പലരും നോക്കി നിന്നിരിക്കും, സംസാരിച്ചു നിന്നിരിക്കും, കമന്റ് അടിച്ചു നോക്കി ഇരിക്കും. നമ്മൾ സ്റ്റുഡൻസ് അല്ലേ? തനിക്ക് മാത്രം എന്താ ഇത്ര വലിയ പ്രത്യേകത? അങ്ങനെയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാ പോയി. അമ്മേ, ഇന്ന് കോളേജിൽ എന്നോട് ഒരുത്തൻ സംസാരിച്ചെന്ന്. നീ ഇതിപ്പോ എത്രാമത്തെ തവണ എന്നോട് പറയുന്നത്? അവൻ എത്ര നല്ല ഫൈറ്റർ ആണെന്ന് നമുക്കറിയോ. നമ്മുടെ ആൾക്കാർക്കും കിട്ടേണ്ടതായിരുന്നു. ജസ്റ്റ് മിസ് ആയി പോയി. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരാണിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് മോശ. നീ കേട്ടല്ലോ, എന്നോട് സംസാരിക്കാൻ പാടില്ല എന്ന്. എന്തൊരു ധൈര്യമാണ് നിനക്ക്. നീ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുവാടാ? മോള് കിടന്നോ സീതേ? കിടന്നു. ആഹാരം കഴിച്ചല്ലോ? കഴിച്ചു. പാലും കുടിച്ചു. മുട്ട കൊടുത്തു. ആ വൈറ്റമിൻ ടാബ്ലറ്റ് കൊടുക്കാൻ മറന്നില്ലല്ലോ? ഇല്ല ഏട്ടാ.
ലൈറ്റ് ശബ്ദം ഉണ്ടാക്കരുത്. മോളെ പഞ്ചാര കട്ടിയ ഡാഡിയുടെ പൊന്നമ്മ. ലൈറ്റ് ഓഫ്. എന്റെ മോൾ എന്താണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഈ ലോകത്ത് ആരെങ്കിലും എന്നെ പോലെ ഇങ്ങനെ വളർത്തോടാ? ഇല്ലണ്ണ, അയാളൊരു രാക്ഷസനാ. സുധീർ വളരെ ബ്രില്യന്റ് ആയിരുന്നു. അവനും നിന്നെ പോലൊരു കത്ത് കൊടുത്തു. അതാ സൂര്യൻ കണ്ടു, അത്ര തന്നെ. എടാ, നിനക്ക് മഹാലക്ഷ്മി വേണല്ലേ? ലെറ്റർ കൊടുക്കൂടാ? ഇല്ല സർ. കണ്ണുള്ളത് കൊണ്ടല്ലേ നീ എഴുതിയത്? പൊട്ടിച്ചേക്കട്ടെ. വേണ്ട അണ്ണാ, വേണ്ട സർ. ഇവന്റെ കണ്ണങ്ങ് പൊട്ടിച്ചേക്കട്ടെ. പിന്നെ എന്ത് ചെയ്യണായിരുന്നു അവനെ? എന്റെ മോളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടല്ലടാ. ആരെങ്കിലും ഒക്കെ ലെറ്റർ കൊടുത്ത് ഞാൻ ചുമ്മാ ഇരിക്കണോ? ഇതൊന്നും മനസ്സിലാക്കാതെ അവൾ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാടാ? അത് വിടണ്ണ, കൊച്ചു കുട്ടിയല്ലേ അവള്. മോള് ദേഷ്യപ്പെടുന്നതെന്ന് അണ്ണ നോക്കരുത്. അവളെ ആര് നോക്കിയാലും അവന്റെ കണ്ണ് പൊട്ടിക്കുക തന്നെ വേണം. അവര് സുധീറിന്റെ കണ്ണ് പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവളെ നോക്കുപോലും ചെയ്യരുതെന്ന്. എന്നാ ഞാൻ ആ പെണ്ണെ നോക്കുകയും ചെയ്യും, അവളെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും. ആരെന്താ ചെയ്യാൻ പോകുന്നു കാണണമല്ലോ. ഡാ, നീ ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ നിന്നെ കോളേജിൽ നിന്ന് പിരിച്ചുവിടും. ഇനി നീ ഈ കോളേജിൽ ഉണ്ടാകാൻ പാടില്ല. അതെന്താ സർ? ഞാൻ എന്താ ചെയ്ത്? തെറ്റോ? സീനിയേഴ്സ് ആണെന്ന് പോലും നോക്കാതല്ലടാ നീ ഇവരെ തല്ലിയത്. അതാണോ? അതൊരു ചെറിയ പ്രശ്നമല്ലേ സർ? പ്രശ്നം ചെറുത് തന്നെ, പക്ഷെ മുറിവ് ചെറുതല്ല. ടേക്ക് ഇറ്റ് ഈസി. വേണ്ട, സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്താടാ ഓവർ സ്മാർട്ട് ആകുക? എന്നോടത് വേണ്ട. ടേക്ക് ദിസ് ആൻഡ് ഗെറ്റ് ഔട്ട്. ശരി, സാറിന് 5 മണി വരെ ഞാൻ സമയം തരാം. അതിനുള്ളിൽ ടി സി എന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചോണം. 5 മണി കഴിഞ്ഞാൽ പിന്നെ എന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചാൽ പോലും ഞാൻ ഈ കോളേജിലേക്ക് തിരിച്ചു വരില്ല. ഞാൻ എന്തിനാടാ നിന്നോട് അപേക്ഷിക്കുന്നേ? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് മാറി എന്നെ ഈ കോളേജിലേക്ക് തിരിച്ചു വിളിക്കാൻ തോന്നിയാലും 5 മണി വരെ സമയമുള്ളൂ. നീ എനിക്ക് ടൈം തരുന്നോടാ? ഈ പിള്ളേരെ അടിച്ചെന്ന് പറഞ്ഞ് നീ വലിയ റൗഡിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്നെ പ്രിൻസിപ്പാൾ ദേവസ്യായിട്ട് മാത്രമേ ഇവിടെയുള്ള എല്ലാവർക്കും അറിയൂ. 25 വർഷം മുമ്പ് ഏലംകുളം ടൗണിലെ ഈ ദേവസ്യ ഏറ്റവും വലിയ റൗഡിയാ. എന്താ വിശ്വാസമായില്ലേ? തെളിവ് വേണോ അല്ലേ? ഇത്രയും കാലം ഞാനിതൊന്നും ആരെയും കാണിക്കാതെ മറച്ചു വെച്ചിരിക്കായിരുന്നടാ. വെട്ട് കിട്ടിയതാ നോക്കേ. ഇത് വെട്ടൊന്നുമല്ല, ഒരു പട്ടി മാന്തിയതാ. വെള്ളം അടിച്ചെന്റെ വീടാണെന്ന് കരുതി അടുത്ത വീട്ടിൽ ചെന്ന് കയറിയപ്പോ അവിടുത്തെ പട്ടി എടുത്തിട്ട് മാന്തിയതാ. നിനക്ക് സോഡാ ഫൈറ്റ് അറിയാമോടാ? അതൊക്കെ നിങ്ങളെ പോലെ റിട്ടയർഡ് റൗഡികൾക്കല്ല. ഇവൻ എങ്ങനെ അറിയാനാ സാർ? പ്യൂണാണെങ്കിലും വിവരമുണ്ട്. താങ്ക് യു സാർ. ഗോലി സോഡ എറിഞ്ഞുള്ള അടിയിൽ ആ കാലത്ത് ഞാനാണ് ഫസ്റ്റ്. അതറിയോ? എന്ത് ഇങ്ങനെ ഈ പറയുന്നതൊക്കെ സത്യമാണ് നിങ്ങൾ വിചാരിച്ച? പാവോ ഇയാടെ അച്ഛൻ സോഡ വിറ്റ ഇയാളെ PG വരെ പഠിപ്പിച്ചത്. അപ്പാ ഇതാര്? എന്റെ മോഞ്ഞോ? ഇനി അപ്പൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സോഡ വിൽക്കേണ്ടി വരില്ല എന്റെ അപ്പ. എന്താ സോഡ നിർത്താൻ പോവാ? അതുകൊണ്ടല്ലപ്പാ, ഞാൻ PG ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിട്ട് വരിക അപ്പാ. നമ്മുടെ എല്ലാ കഷ്ടപ്പാടും തീരും. ഇനി മുതൽ നമ്മുടെ ജീവിതമേ മാറിപ്പോകുക. ആണോടാ? എനിക്ക് സന്തോഷായി ദേവസു. നിക്കേ, നിനക്ക് ഞാനൊരു കളർ സോഡ പൊട്ടിച്ചേരാം, കുടിക്കേ. ഇങ്ങി താപ്പാ, എന്റെ സോഡ ഞാൻ തന്നെ പൊട്ടിച്ചോളാം. സോഡ പൊട്ടിക്കുന്ന PG പാസ്സാവുന്ന പോലെ ഒന്ന് നിസ്സാരല്ല. നിസ്സാരം ഒരു സോഡ പോലും പൊട്ടിക്കാൻ കഴിയാത്ത ആളാ. വലിയ റൗഡി ആയിരുന്നു. എടാ, ആ റൗഡി സോക്കെ നിർത്തി ഞാനിപ്പോ പ്രിൻസിപ്പാളായി മര്യാദയോടെ ജീവിക്കുക. എന്നിലുള്ള റൗഡിയെ വീണ്ടും ഉണർത്താൻ ശ്രമിക്കരുത് പ്ലീസ്. വേറെ ഏതെങ്കിലും കോളേജിൽ പോയി ചേരേ. പോ ചെല്ലേ. സോറി സർ. കണ്ടക്ടറിന് ടിക്കറ്റ് അടിക്കുന്നോടാ. എനിക്കിതേ ഇതാ. ഹായ്. ഹലോ മഹാലക്ഷ്മി. സോറി ട്ടോ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഇയാളുടെ പേരെന്താ? ബണ്ണി. അണ്ണാ, അവൻ മോളോട് സംസാരിക്കുന്നു.
ആദ്യം ആരാ സംസാരിച്ചത്? മോളാ സംസാരിച്ചത്. എന്നാ കുഴപ്പമില്ല. ടി സി തന്നോ? അതെന്തിനാ? താൻ കാരണോ? ഞാൻ കാരണോ? അതേന്നെ, ഇന്നലെ അവന്മാരെ തല്ലിയില്ലേ, അതുകൊണ്ടാ. ഓ ഐ എം സോറി. എന്നാ പ്രിൻസിപ്പലിനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഏയ് അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഞാനിവിടെ പഠിച്ചാ പോരെ. അതെങ്ങനെ? ടി സി തന്നു കഴിഞ്ഞല്ലോ. രാത്രിയിൽ എനിക്ക് ചാത്തൻ സേവ